നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് പാത്രമാകുന്ന ആളാണ് രേണുസുതി. കിച്ചുവിന്റെ ചില വെളിപ്പെടുത്തലുകളും രേണുവിനെതിരെയുള്ള വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രേണുവിന് ക്യാൻസർ ആണെന്നുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നത്. ആദ്യം അതെല്ലാം ഒരു വ്യാജ വാർത്തകളാണെന്ന് രേണു പറഞ്ഞെങ്കിലും ഒടുവിൽ രേണു തന്നെ രോഗവിവരം തുറന്നു പറയുകയായിരുന്നു. രേണുവിനെ വിമർശിച്ചവർ പോലും രേണുവിന് ആശ്വാസവാക്കുകളുമായി രംഗത്തെത്തി. പക്ഷെ അപ്പോഴും കിച്ചു രേണുവിനെ വിളിക്കാത്തതും വലിയ ചർച്ചകൾക്ക് കാരണമായി. ക്യാൻസർ ആണെന്ന വാർത്തകൾ പ്രചരിച്ചിട്ടും കിച്ചു തന്നെ വിളിച്ചില്ല എന്ന് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ രേണുസുതി പറഞ്ഞിരുന്നു. സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ രേണു കണ്ടിരുന്നത്. ഈ വിഷമഘട്ടത്തിൽ രേണുവിന് താങ്ങായി കിച്ചു ഒപ്പം ഉണ്ടാകേണ്ടതുണ്ടെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആശുപത്രിയും വീടുമായി കഴിയുന്ന ഇപ്പോഴത്തെ തന്റെ ദിനങ്ങളെപ്പറ്റിയും തന്റെ രോഗമറിഞ്ഞ് വിളിക്കുന്നവരെ കുറിച്ചും രോഗത്തോട് പൊരുതാനുള്ള തന്റെ തീരുമാനത്തെക്കുറിച്ചുമൊക്കെ പറയുകയാണ് രേണു. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് രേണുസുതി ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 3 ദിവസമായിട്ട് ആശുപത്രിയും വീടും തന്നെയാണ്. കീമോതെറാപ്പി തുടങ്ങുന്നതിന് മുൻപ് കാർഡിയോളജി അടക്കമുള്ള ചില വിഭാഗങ്ങളിൽ പോയി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണമായിരുന്നു. എക്കോ ECG ഒക്കെ എടുത്തു, സർട്ടിഫിക്കറ്റ് കിട്ടി. നിങ്ങൾ ഓർക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. എനിക്ക് ഹാപ്പി ആയിട്ട് സംസാരിച്ചേ പറ്റൂ, കാരണം എന്നെ പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്യാൻസർ രോഗം വന്നവരുമുണ്ട്, കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ആകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. നമ്മളെ നോക്കുന്ന ഡോക്ടേഴ്സിനെ ദൈവത്തെ പോലെ കാണുക, ദൈവത്തെ പോലെ വിശ്വസിക്കുക. ഞാൻ മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അവിടെ വെച്ച് ഓരോ രോഗികൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ചേച്ചിയെന്ന്. ഇത് പറയുമ്പോൾ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർത്തു, ദൈവമേ, ഇത്രയും പേർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. ഒരു 15 പേരുടെ കമന്റ് കണ്ടിട്ട് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഫോൺ ബെല്ല് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ വിളിച്ചു തിരക്കാനും ഇത്രയും പേരുണ്ടെന്ന് അറിഞ്ഞത് ഒത്തിരി സന്തോഷം. രോഗം പകുതി കുറഞ്ഞതുപോലെ അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തിരുമേനി വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സിനിമയിൽ നല്ലൊരു വേഷം വന്ന് കിടക്കുകയായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യും. എനിക്കറിയാം. അസോസിയേറ്റ് ചേട്ടനോട് പറയുകയാണ്, ഞാൻ റിക്കവർ ആയിട്ട് വന്നിട്ട് എനിക്ക് ആ സിനിമയിലെ വേഷം തന്നേക്കണം, അല്ലെങ്കിൽ വേറെ പുതിയ സിനിമയിലെ വേഷം എനിക്ക് തന്നേക്കണം. ഞാൻ റിക്കവറായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്യാൻസർ ബാധിതർക്ക് ഒരു മാതൃകയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഞാൻ കരഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ചില രാത്രികളിൽ ആരും കാണാതെ ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നായിരുന്നു രേണുസുതി വീഡിയോയിൽ പറഞ്ഞത്. ക്യാൻസർ ആണെന്ന് രേണുസുതി പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. 3rd സ്റ്റേജ് കഴിയാറായി. സ്തനത്തിലുണ്ടായ മുഴയാണ് ക്യാൻസറായി മാറിയത്. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എന്നതുകൊണ്ട് തന്നെ അത് ഹൃദയത്തിന്റെ മസിലിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. അല്പം മോശം അവസ്ഥയിലാണ് ശരീരം എന്നതുകൊണ്ട് തന്നെ കീമോ അടക്കമുള്ള ചികിത്സകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു രേണു പറഞ്ഞിരുന്നത്. വീട് വെക്കാനായി ഭൂമി നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെ കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി. ഒരു സമയത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് സോഷ്യൽ മീഡിയ വഴി രേണു ബിഷപ്പിനെ പരസ്യമായി അധിക്ഷേപിച്ചിരുന്നു. രേണു മാപ്പ് പറഞ്ഞ അദ്ദേഹവുമായി കുറച്ചു ദിവസം മുൻപാണ് രമ്യതയിലായത്. ഇനി മുതൽ ഞാൻ കമന്റ്സ് നോക്കുകയില്ല. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സമയത്ത് എനിക്ക് ചെയ്യാൻ പാടുള്ളൂ. ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കണം. ഞാൻ തന്നെയാണ് പപ്പയോട് പറഞ്ഞത്, സുധിച്ചേട്ടന്റെ ആണ്ട് ദിവസം പ്രാർത്ഥന ചൊല്ലാൻ തിരുമേനിയെ വിളിക്കണമെന്ന്. ഞങ്ങൾ വിളിച്ചു. അദ്ദേഹം വന്നു. ഇന്നും അദ്ദേഹം വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി അതിനെ ഞാൻ കാണുന്നു. അസുഖ വിവരം അറിഞ്ഞ് തന്നെയാണ് അദ്ദേഹം വന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്തു പോയതിനെല്ലാം അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു. അന്നത്തെ സിറ്റുവേഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിന് വേദനയായി മാറിയെങ്കിൽ അതിന് ഞാൻ ക്ഷമയും ചോദിച്ചു. ദൈവികമായ സന്തോഷമാണ് അദ്ദേഹം വന്നപ്പോൾ അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. സാഹചര്യം കൊണ്ടാണ് അന്ന് എന്തൊക്കെയോ അദ്ദേഹത്തെ പറയേണ്ടി വന്നത്. നമസ്കരിക്കാൻ പോയപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല എന്നും രേണു പറഞ്ഞു. സുധിയുടെ മൂത്ത മകൻ കിച്ചു വിളിച്ചിരുന്നുവോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു രേണുവിന്റെ മറുപടി. അന്ന് കിച്ചു ലൈഫ് സ്റ്റോറി വെളിപ്പെടുത്തിയ ശേഷം കിച്ചുവും രേണുവും കുടുംബവും അകൽച്ചയിലാണ്. വിരളമായി അനിയൻ ഋതുലിനെ കാണാൻ വേണ്ടി മാത്രമാണ് കിച്ചു സുധിലയത്തിലേക്ക് പോകാറുള്ളത്. ഞാൻ തന്നെ അസുഖ വിവരത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതുകൊണ്ട് കിച്ചു എന്നെ കാണാൻ വരുമെന്നാണ് എന്റെ വിശ്വാസം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ വേറൊരു ഇമോഷണൽ ലൈവിലേക്ക് കാര്യങ്ങൾ പോകും. കിച്ചു അവന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോട്ടെ. അവൻ വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പരാതിപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. വാർത്ത അറിഞ്ഞ ശേഷം ഒരുപാട് പേർ വിളിച്ച് ധൈര്യം തരുന്നുണ്ട്. ഡോക്ടേഴ്സിനെ ദൈവത്തെ പോലെ ഞാൻ വിശ്വസിക്കുന്നു.
ഇനി കുറച്ചു കാലം ഷൂട്ട്, പ്രൊമോഷൻ, ഉദ്ഘാടനം എന്നിവയിൽ നിന്നെല്ലാം ബ്രേക്ക് എടുക്കുകയാണ്. കുറെ ഓടിയില്ലേ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഉറക്കമില്ലാതെ ഞാൻ ഒരുപാട് ഓടി, വിശ്രമിച്ചിരിക്കട്ടെ എന്നും രേണുസുതി പറഞ്ഞു. ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുക എന്നതാണ് രേണുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിനായി യൂട്യൂബ് വീഡിയോകൾ പോലുള്ളവ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് രേണുസുതി. സുധിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ രേണുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. തന്റെ അസുഖ വിവരത്തെക്കുറിച്ച് രേണു കഴിഞ്ഞ ദിവസം തുറന്ന് സംസാരിച്ചിരുന്നു. 15ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു മുഴ ശ്രദ്ധിച്ചത്. പക്ഷേ അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു. ഒന്നും ശ്രദ്ധിക്കാത്ത പ്രായമായിരുന്നു അത്. രോഗവിവരം സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കാരണം കീമോ ചെയ്യുമ്പോൾ എന്റെ മുടി പോയേക്കും. അപ്പോൾ നിങ്ങളോട് പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമമാണെന്ന് എനിക്കറിയാം. മുന്നോട്ട് പോയില്ലേ പറ്റൂ. അസുഖ വിവരം പുറത്തായ ശേഷം സമ്മതിക്കാതിരുന്നത് ഞാൻ പറഞ്ഞു വേണം അറിയാൻ എന്നതുകൊണ്ടാണ്. അല്ലാതെ എന്നെ നെഗറ്റീവ് പറയുന്ന വ്ലോഗർ പറഞ്ഞല്ല എന്റെ പ്രേക്ഷകർ അറിയേണ്ടത്. എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും മാതൃകയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അസുഖം വന്ന് തളരരുത്, മുന്നോട്ട് പോകണമെന്നും രേണുസുതി പറഞ്ഞു. ചിലർ തെറ്റായ ഇൻഫർമേഷൻ നൽകിയതിന്റെ പേരിൽ അസുഖബാധിതയായ തന്നെ കസ്റ്റംസ് എയർപോർട്ടിൽ 3 മണിക്കൂർ പിടിച്ചുവെച്ചുവെന്നും രേണുസുതി പറഞ്ഞിരുന്നു. ശരീരവും ബാഗും ഇടകീറി പരിശോധന നടത്തിയെങ്കിലും തന്നിൽ നിന്നും അവർക്കൊന്നും കിട്ടിയില്ല എന്നും ഒരു അഭിമുഖത്തിൽ രേണുസുതി പറയുകയുണ്ടായി. നിരന്തരം രേണു വിദേശയാത്രകൾ നടത്തുന്നത് കള്ളക്കടത്തിന് വേണ്ടിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് ഇപ്രാവശ്യം വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ രേണു അനുഭവിച്ചത്. രോഗം സ്ഥിരീകരിച്ചതുകൊണ്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് റാസൽ ഖൈമയിൽ നിന്നും ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങിയതും കസ്റ്റംസ് എന്റെ പാസ്പോർട്ടും പെട്ടിയും എല്ലാം മേടിച്ചു. ആദ്യമായാണ് അങ്ങനൊരു സംഭവം. ഏതോ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ഇതുവരെ ഞാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടില്ല. ഒരുപാട് വിദേശയാത്രകൾ ഇതിനോടകം തന്നെ ഞാൻ നടത്തി കഴിഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ഒരു സോഡാ കുപ്പിയുടെ അടപ്പ് പോലും കള്ളത്തരത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് അസുഖമാണെന്നോ ക്ഷീണിച്ച അവസ്ഥയിലാണെന്നോ കസ്റ്റംസിന് അറിയില്ലല്ലോ. അവരുടെ ജോലി അവർ ചെയ്തു. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ബോഡി ഫുൾ ചെക്ക് ചെയ്തു. ഒന്നും കിട്ടിയില്ല. ശേഷം ബാഗ് പരിശോധിച്ചു. ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അരിച്ചുപെറുക്കിയായിരുന്നു പരിശോധന. അവസാനം അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അസുഖ വിവരം ഉദ്യോഗസ്ഥരോട് പറയേണ്ടി വന്നത്. ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വെളുപ്പിനെയായിരുന്നു. 3 മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു. ആശുപത്രിയിൽ പോകാൻ വേണ്ടി വന്ന വരവായിരുന്നു. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തു. നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയില്ല, പൊക്കോളൂ എന്ന് അവർ പറഞ്ഞു. ക്യാൻസർ ആണെന്ന് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തേണ്ട അവസ്ഥയായതുകൊണ്ടാണ് പറഞ്ഞത്. അവർ എന്റെ അവസ്ഥ കണ്ട് വെള്ളമൊക്കെ തന്നു. ഞാനൊരു കള്ളത്തരവും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. മറ്റൊരാളുടെ സാധനം എടുക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ കള്ളത്തരം ചെയ്യില്ല, ഇന്നേവരെ ചെയ്തിട്ടില്ല. ഞാൻ പോയതും തിരിച്ചു വന്നതും ഇത്തവണ ഓൺലൈൻ മീഡിയകൾ പോലും അറിഞ്ഞിട്ടില്ല. എന്നെ വേട്ടയാടുന്നവരുടെ വിചാരം ഞാൻ എന്തോ കള്ളത്തരത്തിന് പോയി എന്നാണ്. 2 ചെറിയ പ്രൊമോഷനുകൾക്ക് വേണ്ടിയായിരുന്നു ഇത്തവണ ബഹ്റൈനിൽ പോയത്. അത് ചെയ്ത് വൈകാതെ ഞാൻ തിരിച്ചു വന്നു. എല്ലാ തവണയും ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഇത്തവണ ഉദ്ഘാടനമായിരുന്നില്ല. അതാണ് മീഡിയയെ അറിയിക്കാതെ ഇരുന്നത്. കള്ളക്കടത്ത് നടത്തുന്നു എന്നാണ് എന്നെക്കുറിച്ച് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ വന്നതും പോയതും മീഡിയ അറിയിക്കാതെ ഇരുന്നത്. ഒന്നാമത് ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുകയാണ്. എന്തവസ്ഥ വന്നാലും കള്ളത്തരത്തിലൂടെ ഒന്നും നേടാൻ എനിക്ക് താല്പര്യമില്ലെന്നും രേണുസുതി പറഞ്ഞു. ക്യാൻസർ 3rd സ്റ്റേജിലാണ് രേണുവിന്റേത്. കീമോ അടക്കമുള്ളവ ചെയ്തു തുടങ്ങിയെന്നാണ് വിവരം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.